ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഡിസ്കസിങ് അബൌട്ട് ഇൻസെക്ട്സ് അല്ലെ? ഇൻസെക്റ്റുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. ദെൻ അനിമൽ ഹോംസ് അല്ലെ? മൃഗങ്ങളുടെ ഒക്കെ വീടുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ ഇൻസെക്റ്റുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇൻസെക്ട്സ് അല്ലെ? ചെറിയ പ്രാണികളൊക്കെ ഉള്ള വർഗത്തിനെയാണ് എന്ത് പറയാ? ഇൻസെക്ട് എന്ന് പറയാറില്ലേ? സ്മോൾ animals. Insects are small animals. ഇൻസെക്റ്റുകളൊക്കെ എന്താണ്? ചെറിയ ജീവികളെ, ചെറിയ പ്രാണികളൊക്കെയാണ് നമ്മൾ ഇൻസെക്ട് എന്ന് പറയാറ്. ഏതൊക്കെയാണ് എഡ്വിൻ ജോസഫ് ഇൻസെക്ട്സ്? ഏതൊക്കെ ഇൻസെക്ട്സുകളാണ് മോൻ അറിയാ എഡ്വിൻ? Mosquito, butterfly, fly, cockroach, ladybird, housefly, bug, grasshopper, honeybee, beetle, dragonfly. Okay, and mosquito, butterfly, housefly, cockroach, ladybird, wasp, bug, grasshopper, honeybee, beetle and dragonfly. ഇതൊക്കെയാണ് ഇൻസെക്റ്റുകൾ അല്ലേ? ചെറിയ ആനിമൽസിനെയാണ് എന്ത് പറയാറ്? ഇൻസെക്റ്റുകൾ എന്ന് പറയാറ് അല്ലേ? ഷഡ്പദങ്ങൾ എന്ന് പറയും. സ്മോൾ ആനിമൽസ്. അവർക്ക് എന്തുണ്ട്? എല്ലാവർക്കും ചെറിയ ചെറിയ കാലുകളൊക്കെ ആണല്ലേ? ചെറിയ ചെറിയ 6 കാലുകളൊക്കെ ഉണ്ടാവും ഈ ഇൻസെക്റ്റുകൾക്ക്. സോ നമ്മൾ അവരെ എന്ത് പറയും? ഷഡ്പദങ്ങൾ എന്നും പറയാറുണ്ട്. ചെറിയ 6 കാലുകൾ ഉണ്ടാവും അല്ലേ ഈ ഇൻസെക്റ്റുകൾക്കൊക്കെ. ദെൻ നമ്മൾ പറഞ്ഞതാണ് അനിമൽ ഹോംസ് അല്ലേ? അപ്പൊ ഇൻസെക്റ്റുകളുടെ മുഴുവൻ പേരും എന്ത് ചെയ്യണം? കോപ്പി ബുക്കിലേക്ക് 4 ലൈൻ കോപ്പിയിലേക്ക് എഴുതണം. കുറെ പേര് എന്ത് ചെയ്തിട്ടുണ്ട്? മുഴുവൻ എഴുതിയിട്ടുണ്ട്. ദെൻ ആദ്യത്തെ 6 എണ്ണം എഴുതിയവർ എന്ത് ചെയ്യണം? ദെൻ ബാലൻസ് ഉള്ള 6 എണ്ണം കൂടെ അതിലേക്ക് എഴുതുക. എഴുതാത്തവര് മുഴുവൻ ഇൻസെക്റ്റുകളുടെ പേരും നല്ല നീറ്റായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണം. ഓക്കെ, നന്നായിട്ട് എഴുതണം. നല്ല ഭംഗിയായിട്ട് നല്ല നീറ്റായിട്ട് എഴുതണം. ഏറ്റവും നന്നായിട്ട് ആരാണ് എഴുതുന്നതെന്ന് നോക്കട്ടെ. നല്ല ഭംഗിയായിട്ട് നല്ല നീറ്റായിട്ട് ആരാണ് എഴുതാന്ന് നോക്കട്ടെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാവരും എന്ത് ചെയ്യണം? പാരന്റ്സ് ഹെൽപ്പ് ചെയ്തോട്ടെ, പക്ഷെ എഴുതി തരാൻ വേണ്ടി പറയരുത്. നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? എഴുതണം. കുറച്ച് ടൈം എടുത്തിട്ട് എന്ത് ചെയ്യാ? നല്ല നീറ്റായിട്ട് എഴുതുക. അല്ലാതെ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? വാരി വലിച്ച് എഴുതാൻ വേണ്ടി പാടില്ല. നമ്മുടെ 2 ലൈൻ ബുക്ക് ആണെങ്കിൽ എന്താണ്? വലിയ കുഴപ്പമില്ല. പക്ഷെ 4 ലൈനിൽ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? നല്ല നീറ്റായിട്ട് എല്ലാ ഭാഗവും ലൈനിന്റെ ഉള്ളിൽ തന്നെ ആക്കിയിട്ട് നല്ല വൃത്തി വേണം എഴുതാൻ വേണ്ടി. ഓക്കെ, then we are studied about the animal homes. നമ്മൾ പഠിച്ചുകൊണ്ട് വന്നത് എന്താണ്? ആനിമൽ ഹോമിനെ കുറിച്ചാണ് അല്ലേ? എല്ലാവർക്കും വീടുകളുണ്ട് അല്ലേ? നമുക്ക് എന്തുണ്ട്? ഹോം ഉണ്ട് അല്ലേ? നമ്മൾ എവിടെയാ താമസിക്കുക? നമ്മുടെ വീടുകളിലാണ് നമ്മൾ താമസിക്കാറില്ലേ? we live in house with our family. നമ്മൾ നമ്മുടെ വീട്ടുകാരുടെ കൂടെ എവിടെ താമസിക്കും? വീടുകളിൽ താമസിക്കും അല്ലേ? അതുപോലെയാണ് എന്ത് ചെയ്യാറ്? ആനിമൽസും ബേർഡ്സിനും ഒക്കെ എന്തുണ്ട്? ഹൗസസ് ഉണ്ട് അല്ലേ? they also have houses. അവർക്കൊക്കെ എന്തുണ്ട്? വീടുകളുണ്ട് അല്ലേ? അപ്പൊ ആനിമൽസും ബേർഡ്സും ഒക്കെ എവിടെയാണ് താമസിക്കുക? വീടുകളിലല്ലേ? എല്ലാവർക്കും എന്തുണ്ട്? ഹൗസസ്. എല്ലാവർക്കും എന്തുണ്ട്? വീടുകളുണ്ട്. അപ്പൊ അനിമലും ബേർഡ്സും ഹ്യൂമൻ ബീയിങ്സും ഒക്കെ എന്താണ് ചെയ്യാറ്? അവരൊക്കെ വീടുകളിലാണ് താമസിക്കാറ്. അപ്പൊ കുറെ ആനിമൽസിന്റെ വീടുകളെ കുറിച്ചാണ് ഇവിടെ നമ്മളോട് പറയുന്നത് അല്ലേ? അപ്പൊ ആനിമൽസ് എങ്ങനെയാ വീടുണ്ടാക്കുക? തനിയെ ഉണ്ടാക്കുവോ? നമ്മുടെ കൗവും ഡോഗും ക്യാറ്റും ഒക്കെ എന്താണ് ചെയ്യാറ്? തനിയെ വീടുണ്ടാക്കാറുണ്ടോ? ഇല്ല അല്ലേ? നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണമല്ലേ? നമ്മുടെ പശുവിനും ആടിനും ഒക്കെ എന്താ ചെയ്യാ? നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യാറില്ലേ? ആനിമൽസിന് തനിയെ വീടുണ്ടാക്കാൻ വേണ്ടി പറ്റുമോ? ബേർഡ്സ് ഒക്കെ ആണെങ്കിൽ ചെയ്യാറുണ്ട് അല്ലേ? ബേർഡ്സ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? നെസ്റ്റ് ഒക്കെ തന്നെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ നമ്മുടെ കൗവും ഡോഗോ ഒന്നും എന്ത് ചെയ്യാറില്ല? അവര് നമ്മൾ ഹെൽപ്പ് ചെയ്യണമല്ലേ? അവർക്ക് നമ്മൾ വേണം ഷെൽട്ടർ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ അനിമൽ ഹോംസിനെ കുറിച്ചാണ് പറഞ്ഞത്. അനിമൽ ഹോംസ് അല്ലേ? നമ്മുടെ മൃഗങ്ങളുടെ ഒക്കെ വീടുകളെ കുറിച്ചാണ് പറഞ്ഞത്. Then cow. Cow's home
ഈസ് ഷെഡ്. കൗവിന്റെ വീടുകളെ എന്താണ് നമ്മൾ പറയാറ്? ഷെഡ്. SHED. ഷെഡ്. കൗ ഷെഡ് അല്ലേ? പശുവിന്റെ വീടിനെ സമജ്ന ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ മോളെ. ദെൻ നമ്മൾ പശുവിന്റെ വീടിനെ നമ്മൾ എന്ത് പറയും? ഷെഡ് എന്നാണ് പറയാറ്. കൗ ഷെഡ്. കൗ ഷെഡ്. കൗ lives in shed. പശു എവിടെയാണ് താമസിക്കാറ്? അതിന്റെ വീട്ടിലാണ് അല്ലേ? അതിന് നമ്മൾ എന്ത് പറയും? ഷെഡ് എന്നാണ് പറയാറ്. അപ്പോ ഇന്ന് മിസ് ഇത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇന്ന് അനിമൽ ഹോംസ് എന്ന നോട്ട്ബുക്കിൽ ഹെഡ്ലൈൻ കൊടുക്കുക. ദെൻ എന്ത് എഴുതുക? കൗ ഷെഡ്, ഡോഗ് കെന്നൽ. അങ്ങനെ എന്ത് ചെയ്യണം? രണ്ടും സെപ്പറേറ്റ് എഴുതണം. അനിമൽസിന്റെ പേര് എഴുതുക, അവരുടെ ഹോമിനെ കുറിച്ച് ഹോമിന്റെ പേര് എഴുതുക. ഓക്കെ. കൗ ഷെഡ്, ഡോഗ് കെന്നൽ, ഷീപ്പ് പെൻ, ഹെൻ ഹൂപ്പ്. അങ്ങനെ എഴുതണം എല്ലാവരും. ഓക്കെ. അപ്പോ കൗവിന്റെ വീടുകൾ നമ്മൾ എന്ത് പറയും? ഷെഡ് എന്നാണ് പറയാറ് അല്ലേ? പശുവിന് എന്തുണ്ട്? വീടുണ്ട്. അതിന് നമ്മൾ ഷെഡ് എന്ന് പറയും. ദിസ് ഇസ് എ കൗ. ഇവിടെ കണ്ടോ ഒരു പശുവിന്റെ പിക്ചർ? നല്ല കൗവാണ് അല്ലേ? നല്ല ഭംഗിയുണ്ടോ കാണാൻ? യെസ്. അപ്പോ കൗ താമസിക്കുന്ന എവിടെയാണ്? ഷെഡിലാണ് അല്ലേ? ഇതാ കണ്ടോ, ഷെഡില് എന്തുണ്ട്? കുറെ പശുക്കൾ ഉണ്ട് അല്ലേ? ഇതൊക്കെ എന്താണ്? കൗവിന്റെ ഷെഡാണ് ഇത്. പശുക്കള് ഇങ്ങനത്തെ ഷെഡിലാണ് താമസിക്കാറ് അല്ലേ? ഇത് അവര് തന്നെ ഉണ്ടാക്കാണോ ചെയ്യാറ്? നോ, നമ്മൾ അവരെ എന്ത് ചെയ്യണം? ഹെൽപ്പ് ചെയ്യണം അല്ലേ? നമ്മുടെ പശുക്കൾക്ക് താമസിക്കുന്ന വീടിനെ എന്ത് പറയും നമ്മൾ? ഷെഡ് എന്ന് പറയും. കൗ ഷെഡ് അല്ലേ? പശുക്കള് താമസിക്കുന്ന സ്ഥലമാണ് ഇത്. ദെൻ എന്താണ്? ഡോഗ് ഈസ് ഇൻ കെന്നൽ. പട്ടിക്കൂടിനെ അല്ലേ? പട്ടികൾക്ക് എന്താണ് നമ്മൾ കൗവിന്റെ അത്ര വലിയ ഷെഡ് ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? ഇല്ലല്ലോ. ഡോഗിന് എന്താണ്? അത്യാവശ്യം ചെറിയ ഒരു ഹൗസ് ആണ് അല്ലേ? അതിനെയാണ് കെന്നൽ എന്ന് പറയാറ്. KENNEL. കെന്നൽ. ഓക്കെ. പശുക്കളുടെ വീടിനെ ഷെഡ് എന്ന് പറയും. കൗ ഷെഡ്. പശുക്കള് താമസിക്കുന്ന വീടിന് നമ്മൾ ഷെഡ് എന്നാണ് പറയാറ്. എന്താണ് പറയാറ്? ഷെഡ്. എല്ലാവരും ഒന്ന് നന്നായിട്ട് പറഞ്ഞേ. ഷെഡ്. കൗ ഷെഡ്. Then നെക്സ്റ്റ് ഡോഗ് കെന്നൽ. പട്ടിക്കൂടിന് നമ്മൾ കെന്നൽ എന്ന് പറയും അല്ലേ? പട്ടികളുടെ കൂടിന് നമ്മൾ കെന്നൽ എന്നാണ് പറയാ. ഡോഗ് കെന്നൽ. This is the picture of a dog. This is a dog. ഇതെന്താണ്? ഒരു പട്ടിയാണ് അല്ലേ? ഡോഗ് ആണ്. Then this is his house. കെന്നൽ. പട്ടിക്കൂടിന് നമ്മൾ എന്ത് പറയും? കെന്നൽ എന്ന് പറയും. ഇതുപോലത്തെ വീടാണല്ലേ പട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കാറ്? ആനിമൽസിന്റെ കൗവിന്റെ പോലെ വലിയ ഷെഡാണോ? നോ. പട്ടികൾക്ക് എന്താണ്? ഡോഗിന് എന്താണ്? വളരെ ചെറിയ ഒരു കൂട് മതി അല്ലേ? കൗ ഷെഡിന്റെ അത്രയും വലുത് വേണ്ടല്ലോ, ചെറിയതാണ് ഉണ്ടാക്കി കൊടുക്കാറ് അല്ലേ? അപ്പൊ ഇതാണ് കെന്നൽ. ഡോഗ് കെന്നൽ. പട്ടിക്കൂടാണ് ഇതല്ലേ? ഡോഗ് കെന്നൽ. എത്ര പേരുടെ വീട്ടിലുണ്ട് ഡോഗ്? ഡോഗും ഇതുപോലുള്ള കെന്നലും ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ? ഓക്കെ. നമ്മുടെ ക്രിസ്റ്റി ജോസഫിന്റെ അടുത്തുണ്ട്. ജസ്വൽ ബിനുവിന്റെ വീട്ടിലുണ്ട് അല്ലേ? കുറെ പേരുടെ വീട്ടിൽ എന്തുണ്ട്? ഫിയോണ മരിയയുടെ അടുത്തുണ്ട്. ദെൻ ദേവപ്രിയയുടെ വീട്ടിലുണ്ട്. അവിനാഷിന്റെ അടുത്തുണ്ട്. എല്ലാവരുടെ അടുത്തുണ്ടോ ഇങ്ങനത്തെ ഡോഗ് ആൻഡ് കെന്നൽ? ഡോഗ് ആൻഡ് കെന്നൽ. ഓക്കെ. നമ്മുടെ പട്ടികൾക്ക് വേണ്ടി വീട്ടിലുള്ള നമ്മുടെ ഡോഗിന് വേണ്ടി നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നതാണ് എന്ത്? കെന്നൽ അല്ലേ? അവര് തന്നെ വീടുണ്ടാക്കാറുണ്ടോ നമ്മളെ പോലെ? നോ. നമ്മൾ അവരെന്ത് ചെയ്യണം? ഹെൽപ്പ് ചെയ്യണം അല്ലേ? നന്നായിട്ട് വീട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഡോഗിന് നമ്മൾ ഹെൽപ്പ് ചെയ്യണം. അപ്പൊ ഡോഗ് കെന്നൽ ആൻഡ് കൗ ഈസ് ഇൻ ഷെഡ്. ഇതാണല്ലേ ഷെഡ്? കൗ ഷെഡ്. പശുക്കളുടെ വീടിനെയാണ് നമ്മൾ എന്ത് പറയാറ്? ഷെഡ് എന്ന്
പറയാറ്? കൗ, ഷെഡ് ആൻഡ് ഡോഗ്, കെന്നൽ. എന്താണ് നമ്മൾ പശുക്കളുടെ വീടിനെ പറയാറ് മോളെ അംന ഫാത്തിമ? എന്താണ് നമ്മൾ കൗവിന്റെ വീടുകളെ പറയാറ്? അൺമ്യൂട്ട് ചെയ്തേ മോളെ, വൺസ് അഗെയിൻ. അൺമ്യൂട്ട് ചെയ്തേ അംന. ഓക്കെ, എന്താണ് പറയുന്നത്? ഷെഡ് അല്ലേ? കൗ ഷെഡ്. പശുക്കളുടെ വീടിന് നമ്മൾ ഷെഡ് എന്ന് പറയും അല്ലേ? ദെൻ അവേദ്യ അൺമ്യൂട്ട് ചെയ്തേ. എന്താണ് നമ്മൾ പശുക്കളുടെ വീടിനെ പറയാറ്? ഷെഡ്. ദെൻ ഡോഗിന്റെ വീടിനെ എന്താണ് പറയാറ് അവേദ്യ? ഡോഗ്, ഡോഗ്സ് ഹൗസ്. Yeah, kennel. Cow, shed, dog, kennel. Okay. Cow എവിടെയാണ് താമസിക്കാറ്? ഷെഡിലാണ് അല്ലേ? കൗവിന് എന്ത് വേണം? അത്യാവശ്യം നല്ല വലുപ്പമുള്ള എന്ത് വേണം? ഷെഡ് വേണം അല്ലേ? ദെൻ ഡോഗിന് എന്താണ്? കെന്നൽ. ഡോഗിന്റെ ഹൗസിനെയാണ്, ഡോഗിന്റെ ഹോമിനെയാണ് നമ്മൾ എന്ത് പറയാറ്? കെന്നൽ. എന്താ പറയാ മോളെ അഭിരാമി? What we call the dog's home? എന്താണ് പറയാറ് അഭിരാമി? അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, ഡോഗിന്റെ ഹോമിന് നമ്മൾ എന്താ പറയാറ്? അഭിരാമി പെട്ടെന്ന് പറയുമോളെ, എന്താണ് നമ്മൾ ഡോഗിന്റെ ഹോമിന് പറയുന്ന പേര്? ഓക്കെ, കൗവിന്റെ വീടിന് നമ്മൾ എന്താണ് പറയാറ്? കൗ. ഡോഗ്, കെന്നൽ. കൗ ഡോഗിന്റെ പറയാം. ഡോഗിന്റെ എന്താണ്? ഡോഗ്, കെന്നൽ. ആൻഡ് കൗ എവിടെയാണ്? കൗ എവിടെയാണ് താമസിക്കാറ്? Cow, shed. Not shed, that is shed. Cow, shed. ഒന്ന് പറഞ്ഞ മോളെ അഭിരാമി. ഷെഡ്. Shed. ഓക്കെ, ഷെഡ് എന്നാണ് കൗവിന്റെ വീടിനെ പറയാറ്. ദെൻ ഡോഗ് ഈസ് ഇൻ കെന്നൽ. എന്താണ് അവിനാഷ് കൗവിന്റെ വീടുകളിൽ നമ്മൾ പറയാറ്? അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, ഓക്കെ, കൗ, ഷെഡ് ആൻഡ് ഡോഗ് എവിടെയാണ്? ഡോഗ്, കെന്നൽ. ഓക്കെ, കൗ, ഷെഡ്, ഡോഗ്, കെന്നൽ. ക്രിസ്റ്റി ജോസഫ്, എന്താണ് നമ്മൾ കൗവിന്റെ വീടുകൾ പറയാറ്? Cow, shed. Then dog, kennel. Okay, cow, shed, dog, kennel. ക്രിസ്റ്റോ, എന്താണ് നമ്മൾ കൗവിന്റെ വീടുകളെ പറയാറ് മോനെ? What we call the cow's house? Shed. Shed. Then ഡോഗിന്റെയോ? Kennel. Kennel. Okay. Cow, shed, dog, kennel. Then അർജുൻ അൺമ്യൂട്ട് ചെയ്തേ. എന്താണ് നമ്മൾ ഒരു കൗവിന്റെ വീടിന് എന്താണ് നമ്മൾ പറയാറ്? അർജുൻ ലിസൺ. അർജുൻ ഇങ്ങോട്ട് നോക്കൂ മോനെ. എന്താണ് നമ്മൾ ഒരു കൗവിന്റെ വീടിന് പറയാറ്? മിസ് ഇപ്പൊ പറഞ്ഞല്ലോ, എന്താണ് ഒരു കൗവിന്റെ വീടുകളെ പറയുന്നത്? ഷെഡ്. പിന്നെ ഡോഗിന്റെ എന്താണ് പറയാറ്? Kennel. ഓക്കെ, കൗ, ഷെഡ്, ഡോഗ്, കെന്നൽ.
ഓക്കെ. ദെൻ അപ്പൊ നമ്മളിപ്പോ രണ്ടെണ്ണം പഠിച്ചു അല്ലേ? കൗ ഈസ് ഇൻ ഷെഡ്, ഡോഗ് കെന്നൽ. അത് രണ്ടും നമ്മള് ഇപ്പൊ പഠിച്ചു അല്ലേ? ഓക്കെ. ലിസൺ. അപ്പൊ നമ്മള് രണ്ടെണ്ണം പഠിച്ചു. കവിന്റെ വീടുകളെ നമ്മൾ ഷെഡ് എന്നും ഡോഗിന്റെ വീടുകളെ നമ്മൾ എന്ത് പറയും? കെനൽ എന്നും പറയും. ഗൗരിനന്ദ, എന്താണ് മോളെ നമ്മൾ ഡോഗിന്റെ വീടുകളെ പറയാറ്? എ ഡോഗ്സ് ഹൗസ്. Kennel. ആ, കവിന്റെയോ പശുവിന്റെയോ? Cow shed. Okay, cow, shed, dog, kennel. Okay, cow, shed, dog, kennel. അപ്പോ എന്താണ് ജസ്വൽ? എന്താണ് നമ്മൾ കൗവിന്റെ വീടുകൾ നമ്മൾ എന്ത് പറയും? Shed. ഷെഡ് എന്ന് പറയും അല്ലേ? ഡോഗ് താമസിക്കുന്നത് എവിടെയാണ്? ഡോഗിന്റെ വീടിന് നമ്മൾ എന്താണ് പറയാറ്? Kennel. Okay, kennel. A cow's house is shed and we called a dog's house is kennel. പശുവിന്റെ താമസിക്കുന്ന വീടിന് നമ്മൾ ഷെഡ് എന്നും ഡോഗിന്റെ വീടിന് നമ്മൾ കെന്നൽ എന്നും പറയും അല്ലേ? കൗ, ഷെഡ്, ഡോഗ്, കെന്നൽ. ആൻഡ് ദെൻ ഷീപ്പ്. ഷീപ്പ് അല്ലേ? എന്താണ് ഷീപ്പ്? ആട് അല്ലേ? നമ്മുടെ ആടുകൾ എവിടെയാണ് താമസിക്കുക? ഇവിടെ എന്താണ്? ഷീപ്പിന്റെ പിക്ചർ ആണ് അല്ലേ? ആൻഡ് ഷീപ്പ് ആൻഡ് ഗോട്ട് അല്ലേ? ആടും ചെമ്മരിയാടും ഒക്കെ താമസിക്കുന്ന സ്ഥലത്തിന് എന്താണ്? കോമൺ ആയിട്ട് ഒരു പേരാണ് പറയാറ് അല്ലേ? ആടുകള് വാട്ട് ഇസ് ദിസ്? ദിസ് എ ഗോട്ട്. ഇതെന്താണ്? ഒരു ഗോട്ടാണ് അല്ലേ? ആടാണല്ലേ? ദിസ് ഇസ് നോട്ട് എ ഷീപ്പ്, ദിസ് ഇസ് എ ഗോട്ട്. ഇതെന്താണ്? ഒരു ആടാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ്? ഒരു ഷീപ്പിന്റെ പിക്ചർ ആണ് അല്ലേ? ചെമ്മരിയാടിന്റെ ഫോട്ടോയാണുള്ളത്. പക്ഷെ ഇവർ രണ്ടുപേരും താമസിക്കുന്ന സ്ഥലത്തിന് എന്താണ് പറയാറ്? പെൻ എന്ന് തന്നെയാണ് പറയാറ്. PEN, പെൻ. ഓക്കെ, PEN, പെൻ. എന്താണ് ഇഷാൻ? ഗോട്ടൊക്കെ താമസിക്കുന്ന സ്ഥലത്തിന് എന്താണ് പറയാറ്? ഗോട്ട് ആൻഡ് ഷീപ്പ്? Pen. Okay, sheep, pen, cow, shed, dog, kennel and sheep pen. അല്ലേ? പശുക്കള് എവിടെ താമസിക്കും? ഷെഡില്. then dog, kennel and sheep, pen. പശുക്കൾ എവിടെയാണ്? ഷെഡ്, ഡോഗ്, കെന്നൽ, ഷീപ്പ്, പെൻ. പശുക്കള് ഷെഡിലും ഡോഗ് കെന്നൽ അല്ലേ? നമ്മുടെ നായൊക്കെ താമസിക്കുന്ന, പട്ടികളൊക്കെ താമസിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന വീടിനെയാണ് കെന്നൽ എന്ന് പറയാറ്. കൗവിന്റെ വീടുകളെ നമ്മൾ ഷെഡ് എന്ന് പറയും. കൗ, ഷെഡ്, ഡോഗ്, കെന്നൽ ആൻഡ് ഷീപ്പ്, പെൻ. ഇതെന്താണ്? ഇതൊരു ഗോട്ടാണ് അല്ലേ? ഇതൊരു ആടാണ്. ദിസ് ഇസ് പെൻ. ഇതാണ് ആട് താമസിക്കുന്ന പെൻ. ആടിന്റെ വീടുകളെയാണ് നമ്മൾ പെൻ എന്ന് പറയാറ് അല്ലേ? ആടും ഗോട്ടും ഷീപ്പും ഒക്കെ താമസിക്കുക എവിടെയാണ്? ഈ പെൻ എന്ന് പറഞ്ഞിട്ടുള്ള വീടിലാണ് അല്ലേ? അവരുടെ വീടിനെയാണ് നമ്മൾ പെൻ എന്ന് പറയാറ്. അപ്പൊ ഇന്നു മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൗവിന്റെ വീടിന് നമ്മൾ എന്ത് പറയണം? ഷെഡ് എന്ന് പറയണം അല്ലേ? അപ്പോ നായൊക്കെ ഡോഗിനെയൊക്കെ എവിടെയെങ്കിലും അതുപോലെ കെന്നലില് താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറയണം? നമ്മള് ഇന്നു മുതൽ അതിന് നമ്മൾ കെന്നൽ എന്ന് തന്നെ വിളിക്കണം അല്ലേ? നമ്മൾ എന്താണ് പറയാ? പട്ടിക്കൂട് എന്നൊക്കെയാണ് നമ്മൾ പറയാറില്ലേ? പക്ഷെ ഇന്നു മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അപ്പൊ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പൊ ഇന്നു മുതൽ പശുവിന്റെ വീടിനെ ഷെഡ് എന്നും ഡോഗിന്റെ വീടിനെ കെന്നൽ എന്നും ആടുകൾ താമസിക്കുന്നിടത്ത് പെൻ എന്നും മാത്രം പറയണം അല്ലേ? ഇനി ആട്ടിൻകൂട്, പട്ടിക്കൂട് എന്നൊന്നും പറയരുത്. എല്ലാവരും എന്ത് പറയണം ഇനി? പെൻ, കെന്നൽ, ഷെഡ് എന്നൊക്കെ വേണം പറയാൻ വേണ്ടി. നിങ്ങൾ ഇതൊക്കെ പഠിച്ചല്ലോ. അപ്പൊ ഇനി പെൻ,
എന്ന് ഇതിന് പറയണം. ഗോട്ട് ആൻഡ് ഷീപ്പ് താമസിക്കുന്ന ഹോമിനെ നമ്മൾ പെൻ എന്ന് മാത്രമേ പറയാവൂ. ദെൻ ഡോഗ് താമസിക്കുന്ന സ്ഥലത്തിന് നമ്മൾ എന്ത് പറയണം? കെന്നൽ. ആൻഡ് കൗ എവിടെയാണ്? ഷെഡിലാണ് അല്ലേ? കൗ, ഷെഡ്, ഡോഗ്, കെന്നൽ, ഗോട്ട് ആൻഡ് ഷീപ്പ്, പെൻ. ഗോട്ടും ഷീപ്പും ഒക്കെ താമസിക്കുന്ന പ്ലേസിന് നമ്മൾ എന്ത് പറയും? പെൻ എന്ന് പറയും അല്ലേ? അപ്പോ കൗവിന്റെ വീടുകളെ നമ്മൾ എന്താണ് വിളിക്കാറ്? വാട്ട് ഈസ് എ കൗസ് ഹൗസ്? എന്താണ് ലാ ഫാത്തിമ? അൺമ്യൂട്ട് ചെയ്തേ മോളെ. What we call the cow's home? Shed. And dog. Dog എവിടെയാണ് താമസിക്കുക? Dog. Dog, kennel. Then sheep. Sheep എവിടെയാണ് താമസിക്കാറ്? Sheep pen. Pen. Sheep pen. And കാശിനാഥ്, എന്താണ് ഒരു ഡോഗിന്റെ ഹോമിനെ നമ്മൾ എന്താണ് വിളിക്കാറ്? വാട്ട് വി കോൾ ദ ഡോഗ്സ് ഹോം? Dog, kennel. ഓക്കെ. കൗ? Cow, shed. Dog, kennel. Sheep, pen. ഓക്കെ. ഓക്കെ. കൗ, ഷെഡ്, ഡോഗ്, കെന്നൽ, ഷീപ്പ്, പെൻ. കൗ, ഷെഡ്, ഡോഗ്, കെന്നൽ, ഷീപ്പ്, പെൻ. അപ്പോ ഇത് മൂന്നും എന്ത് ചെയ്യണം? മറന്നു പോവാൻ വേണ്ടി പാടില്ല. അപ്പോ ഇന്ന് എന്ത് ചെയ്യാ? ഇത് മൂന്നും നിങ്ങളുടെ 4 ലൈൻ കോപ്പിയിലേക്ക് നല്ല ഭംഗിയായിട്ട് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? എഴുതി വെക്കുക. കേട്ടോ മോളെ ദേവപ്രിയ? ഓക്കെ. നന്നായിട്ട് എന്ത് ചെയ്യണം? നോട്ട്ബുക്കിലേക്ക് 4 ലൈൻ കോപ്പിയിൽ നല്ല നീറ്റ് ആയിട്ട് വേണം എഴുതി വെക്കാൻ. മുകളിൽ എന്ത് എഴുതണം? അനിമൽ ഹോംസ് എന്ന് എഴുതുക. കൗ, ഷെഡ്, ഡോഗ്, കെന്നൽ, ഷീപ്പ്, പെൻ. ഓക്കെ. എന്താണ് നസീം? നമ്മൾ കൗവിന്റെ വീടുകളെ നമ്മൾ എന്താണ് പറയാറ്? Cow shed. Cow, shed. And dog? Dog? Kennel. Sheep? ഷീപ്പിന്റെ വീടുകൾ നമ്മൾ എന്താണ് പറയാറ്? മിസ് ഇപ്പൊ പറഞ്ഞല്ലോ കൊറേ തവണ. ഓക്കെ. കൗ, ഷെഡ്, ഡോഗ്, കെന്നൽ, ഷീപ്പ്, പെൻ. ഓക്കെ. കൗ, ഷെഡ്, ഡോഗ്, കെന്നൽ, ഷീപ്പ്, പെൻ. അപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മൂന്നും എന്ത് ചെയ്യണം? 4 ലൈൻ കോപ്പിയിലേക്ക് നല്ല ഭംഗിയായിട്ട് എഴുതുക. അതിനു മുമ്പേയുള്ള ഇൻസെക്ട്സ് ഒക്കെ എഴുതാത്തവർ എന്ത് ചെയ്യുക? ഇന്ന് തന്നെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. നോട്ട്ബുക്കിൽ എഴുതാൻ താമസിക്കരുത്. ക്ലാസ് കഴിഞ്ഞ് അന്ന് തന്നെ എഴുതണം. ഇതിനു മുമ്പേ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയവരുണ്ടല്ലേ കുറേ പേര്. എല്ലാം നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അനിമൽ വേർഡ്സിൽ നമ്മൾ അനിമൽസിന്റെ പേര് എഴുതിയിട്ടുണ്ട്. ദെൻ ബേർഡ്സ് നമ്മൾ എഴുതി. നൗ ഇൻസെക്ട് എഴുതി. അപ്പൊ ഇന്ന് ചെയ്യേണ്ടത് അനിമൽ ഹോംസ്. ഇൻസെക്റ്റിന്റെ പേരുകളൊന്നും എഴുതാത്തവർ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് ഇന്ന് തന്നെ എഴുതി വെക്കുക. നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതാൻ വേണ്ടി വൈകിക്കരുത്. ഇന്ന് തന്നെ കറക്റ്റ് ആയിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതുക. ദെൻ അനിമൽ ഹോംസ് എഴുതുക. കൗ ഒരു സൈഡിൽ എന്ത് എഴുതുക? കൗ എഴുതുക. അതേ ലൈനിൽ തന്നെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് എന്ത് എഴുതിയാൽ മതി? കൗ, ഷെഡ്, ഡോഗ്, കെന്നൽ, ഷീപ്പ്, പെൻ എന്ന് എഴുതി വെക്കുക. ഓക്കെ. അപ്പൊ ഇത് എന്ത് ചെയ്യാ? കൗ താമസിക്കുന്നത് എവിടെയാണ്? കൗവിന്റെ ഹോമിന്റെ പേരെന്ത്? ഷെഡ്. ദെൻ ഡോഗിന്റെ വീടിനെ, ഡോഗിന്റെ ഹോമിനെ നമ്മൾ എന്ത് പറയും? കെന്നൽ. ദെൻ ഏതാണ്? തേർഡ് വൺ ഏതാണ്? ഷീപ്പ്, പെൻ. ഷീപ്പ്, പെൻ. അപ്പൊ ഇത് മൂന്നും എന്ത് ചെയ്യുക? 4 ലൈൻ കോപ്പിയിലേക്ക് എഴുതുക. കൗ, ഷെഡ്, ദെൻ ഡോഗ്, കെന്നൽ, ഷീപ്പ്, പെൻ. ഓക്കെ. കറക്റ്റ് ആയിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരണം.
നോട്ട്ബുക്ക് കംപ്ലീറ്റ് ആവാത്തവര് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, 4 ലൈൻ കോപ്പിയിൽ എഴുതി പഠിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ എത്തുമ്പോൾ എന്താവുള്ളൂ, നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഉണ്ടാവുള്ളൂ. എഴുതാത്തവരുടേത് എന്താവും, ഹാൻഡ് റൈറ്റിംഗ് ഒന്നും നന്നാവില്ല. അതിനു വേണ്ടിയിട്ടാണ് കോപ്പിയിൽ എഴുതാൻ പറയുന്നത്. നന്നായിട്ട് ഹാൻഡ് റൈറ്റിംഗ് നല്ല രീതിയിൽ വരാൻ വേണ്ടിയാണ് കോപ്പിയിൽ എഴുതാൻ വേണ്ടി പറയുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, പാരൻസിനെ കൊണ്ട് അമ്മേനെ കൊണ്ടൊന്നും എഴുതിക്കാതെ കുറച്ച് ടൈം എടുത്തിട്ട് നല്ല നീറ്റായിട്ട് എഴുതുക. കേട്ടോ സമജ്ന? യെസ്, ഓക്കെ. അപ്പൊ നമുക്കിപ്പോ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, ദെൻ ബൈ. നോട്ട്ബുക്കിൽ എഴുതണേ, മറന്നു പോകരുത്. ബൈ. നന്നായിട്ട് എഴുതുക. കൗവിന്റെ വീടിന് നമ്മൾ ഷെഡ് എന്ന് പറയും. ഡോഗ്, കെന്നൽ, ഷീപ്പ്, പെൻ. 3 മറന്നു പോകരുത്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ മിസ് ചോദിക്കും. ഓക്കെ, ബൈ.